അത് തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇയാൾ ഒരു 1.5-2 മണിക്ക് നിരന്തരം വിളിക്കുന്നുണ്ട് രാത്രി. അപ്പൊ എന്താ വെച്ചപ്പം ഈ സ്ത്രീക്ക് ഷഹാദത്ത് ചെല്ലണം, മുസ്ലിമാണ്. ഞാൻ പറയാം അങ്ങനെ പെട്ടെന്ന് മുസ്ലിമാകാൻ പറ്റില്ല. അതെന്ത് മുസ്ലിമാണ്? പറ്റില്ല, അത് സംസാരിക്കണം. അപ്പൊ സംസാരിച്ചു നോക്കുമ്പോ ഇവർക്ക് മുസ്ലിമായേ തീരുള്ളൂ. അള്ളാഹു താല കൊടുക്കണ വെളിച്ചമാണ്. അള്ളാഹു താല പ്രകാശം കൊടുക്കുക, അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം. മഹാ അത്ഭുതല്ലേ. ഒരുപാട് പഠിച്ചിട്ടില്ല, ഒരുപാട് വായിച്ചിട്ടില്ല, ഒരൊറ്റ ക്ലാസ്സും കേട്ടിട്ടില്ല. ഫോണിൽ കൂടെ 10, 15, 20 മാക്സിമം 1 മണിക്കൂറാണ് ആകെ ഫോണിലൂടെ സംസാരിച്ച്. അള്ളാഹു ഈ പ്രകാശം, ഈ ദീനിന്റെ പ്രകാശം അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ വേറെ ഒന്നുമില്ല. അതിന് പഠനോ ഭയങ്കരമായ അവഗാഹത്തിലുള്ള വായനയോ വാദപ്രതിവാദമോ ഒന്നും വേണ്ടിരില്ല. അള്ളാഹ് കൊടുക്കണാണ്. യഹ്ദീ മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെന്താവും ഹിദായത്തിലാക്കും. അപ്പൊ ഇവര് പറയുന്നത് വലിയൊരു സർജന, ENT സർജന. അവർ പറഞ്ഞത് എല്ലാ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കൽ ഒരിക്കലും ഒരു ഇതാണ്, ബ്രാഹ്മണ സ്ത്രീ പ്രാർത്ഥിക്കണ ഒരിക്കലും എൻ്റെ പൂജാമുറിയിൽ വെച്ച വിഗ്രഹങ്ങളോടല്ല, ഞാൻ ദൈവത്തോടാണ് പ്രാർത്ഥിക്കാറുള്ളത്. ദൈവം എന്നെ വല്ലാതെ ബ്ലസ് ചെയ്യും, അനുഗ്രഹിക്കും. എല്ലാ ഓപ്പറേഷനും എനിക്ക് വളരെ. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ അതാണ് യഥാർത്ഥ ആദർശമെങ്കിൽ, മതമെങ്കിൽ എന്നെ അതിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ വരുന്നത്. എന്റെ മനസ്സിങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉടനെ മുസ്ലിമാണ്, എനിക്ക് മുസ്ലിമായേ തീരുള്ളൂ. അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കുന്ന രീതി നോക്കി. അതിന്റെ കാരണം എന്താ? ഒരു ചെറിയ സംഭവം, ഒരു ഹിന്റ്. അള്ളാഹ് എന്ന് പറയണം, ഇസ്ലാമാണ് യഥാർത്ഥ മതം എന്നൊരാൾ പറഞ്ഞ. അപ്പൊ സഹോദരന്മാരെ, നമ്മളൊക്കെ എവിടെയുള്ളത്? എത്ര മനുഷ്യന്മാരാ നമുക്ക് ചുറ്റും. ഒരു പക്ഷേ കൂട്ടരെ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഒരു ലഘുലേഖയോ ബുക്കോ അല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസ്സിൽ കൊണ്ടുവരുന്നത് ഇതൊക്കെ ആയിരിക്കും കാരണം. സുബ്ഹാനല്ലാഹ്. എനിക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ സ്വന്തം പുതിയാപ്പളനോട് പറഞ്ഞ്, മകളെ ഭർത്താവിനോട് പറയാണ്, ലിഅൻ യഹ്ദിയ ബികല്ലാഹു റജുലൻ ഖൈറുൻ ലക മിൻ ഹുമിരിൻ നഅം. പുതിയാപ്പളനോട് പറയണമെങ്കിൽ അതൊരു വലിയ വിഷയമാണല്ലോ. മകളെ ഭർത്താവിനെ വിളിച്ച് പറയാ, മോനെ നീ മുഖേന ഒരാൾ ഹിദായത്തിലാകുന്നതാണ് നിനക്ക് ഒരു ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായത്. വേറൊരു ഹദീസിലുണ്ട്, നിനക്ക് ദുനിയാവിലുള്ളതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് ഒരാൾ നമ്മൾ മുഖേന ഹിദായത്തിലാകുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെല്ലാവരും ഈ റമദാനിൽ നാം നേടിയെടുത്ത ഈ ഈമാനികമായ ആവേശം കൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ ദീൻ, ഇത് പ്രകാശമാണ്. നമുക്ക് ഉറപ്പല്ല ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴി, ഇതാണ് യഥാർത്ഥ മാർഗം. എന്നാൽ നമുക്ക് നമ്മുടെ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടും സുഹൃത്തുക്കളോടും സ്നേഹത്തോടുകൂടി ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതെല്ലാവരും തീരുമാനിക്കണം. എന്തെങ്കിലും ഒരു പ്രവർത്തനം ഞാൻ ചെയ്തു, അള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അള്ളാഹ് നമ്മളോട് ചോദിക്കും, ഈ ദീനിന് വേണ്ടി നീ എന്ത് ചെയ്തടോ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്നത് ചെയ്തു എന്ന് പറയാൻ നമുക്ക് സാധിക്കണമല്ലോ. ഇന്നലെ ആ സ്ത്രീ വിളിച്ചൊരു അത്ഭുതമുള്ള സംഭവം പറഞ്ഞു. സമയത്ത് എന്റെ വാച്ച് തെറ്റുന്നു. അവര് പറഞ്ഞു, ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട്, അപ്പോൾ കുറേ സൈറ്റൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഖുർആനൊക്കെ പഠിക്കാനുള്ള സൈറ്റ് അത്രേ പറ്റുള്ളല്ലോ. ഞാൻ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. വീട്ടിലെ നിങ്ങൾ പറഞ്ഞ സൈറ്റൊക്കെ എടുത്തു വെച്ച് ഞാനിങ്ങനെ ഖുർആൻ ഇങ്ങനെ പഠിക്കാം. അപ്പം എൻ്റെ മോൻ സ്കൂളിൽ നിന്ന് വന്നു, ചെറിയ മോൻ. അവൻ വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തെങ്കിലും ഭക്ഷണം വേണോ? പറയാം, ഒന്നും വേണ്ട, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞാനിപ്പോൾ അത് കഴിച്ചു ഇത് കഴിച്ചു. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ഇതിൽ തന്നെ ആയി. അവസാനം നേരം വളരെ വൈകി, ഭക്ഷണമൊക്കെ കഴിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഈ മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ എനിക്ക് ഉഴുന്നുവട വേണം. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, മോനെ കുറച്ച് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, അമ്മ നല്ല ഉഴുന്നുവട ഉണ്ടാക്കി തരൂലായിരുന്നു. പക്ഷെ വളരെ വൈകിയില്ലേ, ഇനിയിപ്പം സമയമില്ലല്ലോ, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുക. സൂറത്ത് റൂമാണ് അവർ കേൾക്കുന്നത്. വേറെ കഥ. റൂം എന്നുള്ള ഭയങ്കര സംഭവം. റൂം എന്നുള്ള സൂറത്ത് നമ്മളാരും കേൾക്കാത്ത സംഭവം അവർ പറയുന്നുണ്ട്. റൂം കേട്ടിട്ട് എത്ര കുറച്ച് ദിവസമായിട്ടുള്ള അള്ളാഹ് പ്രകാശം നൽകുന്ന രീതി. അങ്ങനെ മകനും ഇവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെല്ലടിച്ചു. മോനോട് ഈ ഡോക്ടർ പറഞ്ഞൊന്ന് പോയി നോക്കാം ആരാന്ന്. മോൻ ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ്, ഏതോ ഒരു ആണ്ടിയാണ്, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇവൻ തിരിച്ചു വന്നു. ഈ ഡോക്ടർ ചെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു തമിഴ് സ്ത്രീ ഒരു
പ്ലേറ്റിൽ നിറയെ ചൂടുള്ള ഉഴുന്നുവടയായിട്ട് വന്നിട്ട് നമ്മളെന്താ പറയാ? എത്ര കാലായി നമ്മളെ വിശ്വാസം? ഞാൻ കഥ പറയല്ല നിങ്ങളോട്. ഈ റമദാൻ എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു സംഭവമാണ്. ഈ വർഷത്തെ റമദാൻ നമ്മളെ വിശ്വാസത്തിന് കടുപ്പം കൂടണം. കടുപ്പം കൂടണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഖുർആൻ പഠിക്കണം. ഈ സ്ത്രീയുടെ ഇസ്ലാമിനാകെ ആയത് 8ാമത്തെ ദിവസമായിരുന്നു. 8ാമത്തെ ദിവസം. ആ സ്ത്രീ ഇന്നലെ എനിക്ക് സൂറത്തു റൂം പറഞ്ഞെന്ന് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരാം. റൂം എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് ഖുർആനിൽ. റോമിനെ കുറിച്ചാണ് പറയുന്നത്. അലിഫ് ലാം മീം ഗുലിബത്തി റൂം. റസൂലുള്ളാഹിനോട് അല്ലാഹ് പറയാണ് റോം കീഴടക്കും. അത്ഭുതമല്ലേ സംഗതി? റോം എന്ന് പറഞ്ഞാൽ അന്ന് അമേരിക്കനെ കീഴടക്കും എന്നൊക്കെ നമ്മളോട് പറയണ മാതിരിയാ. ഞാൻ ചോദിച്ചു എന്നിട്ടോ? അല്ല, അതൊരു അത്ഭുതമുള്ള സംഭവമാണല്ലോ. അന്ന് ഒരു തരത്തിലുള്ള കായിക വിഭവങ്ങളും ഇല്ലാത്ത മുഹമ്മദ് നബിയോട് അല്ലാഹ് പറയണെന്ത്? റോം ജയിച്ചടക്കും. അപ്പൊ ഇവര് പറയാ എനിക്കത് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റീവായി. അതിന്റെ താഴേക്ക് ഇങ്ങനെ ഞാൻ വായിച്ചപ്പോ അതിലെ 21, 22, 23, 24, 25 വേഴ്സ് ആ ആയത്തുകൾ നമ്മളൊന്ന് വായിച്ചു നോക്കണ്ട. അവര് പറയണത് റോം കീഴടക്കുക എന്നുള്ളത് അള്ളാഹിനെ കുറിച്ചൊരു വിഷയമല്ല. അതിനേക്കാൾ വലിയ വിഷയമാണ് എന്ത് ഇനി പറയുന്നത്. 21, 22, 23 അംസബന്നത് വമിൻ ആയാതിഹി എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ പറയാം. ഭയങ്കര അത്ഭുത. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞ് 8 ദിവസം പ്രായമായ ഒരു മുസ്ലിമിന്റെ അവസ്ഥ ഇതാണെങ്കിൽ കൂട്ടരെ എന്തായിരിക്കും ഖുർആൻ ഇങ്ങനെ. ഞാൻ ഒരുപാട് തഫ്സീറുകൾ പരിനോക്കി. ഇങ്ങനെ ഒരു വിശദീകരണം ഇതൊരു വല്ലാത്ത ഗ്രന്ഥം. ഇതിന്റെ എവിടെ നിങ്ങൾ വായിച്ചാലും മഹാ അത്ഭുതമായിരിക്കും. സൂറത്ത് റൂം. എന്താ റോം വായിക്കാനുള്ള കാര്യം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എല്ലാ പേരും ഇങ്ങനെ നോക്കിയപ്പോൾ ഇതൊരു ഭയങ്കര അത്ഭുതമായി തോന്നി. അപ്പൊ അങ്ങനെ അത് വായിച്ചു. ഖുർആന്റെ എല്ലാ പേരും ഇങ്ങനെ നോക്കി. പശു, സ്ത്രീ, അത് നോക്കിയുള്ളതിൻ്റെ. അപ്പൊ അങ്ങനെ റോം കണ്ടപ്പോൾ വായിക്കാൻ പുതുമ തോന്നി. എന്നിട്ട് ഇങ്ങനെ വായിച്ച് ഇവിടെ എത്തി. അതുവരെ ആലോചിച്ച് എന്താ സംഗതി. 21-ലെത്തി. 20 എന്താ അറിയോ? വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബിൻ സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ. അവന്റെ അഥവാ അള്ളാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അവൻ നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ വിന്യസിച്ചു, മനുഷ്യർ എന്നുള്ള നിലക്ക് വിന്യസിച്ചു. തുടങ്ങുകയാണ് അങ്ങനെ. അപ്പൊ അവര് പറയണത് മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും മനുഷ്യരെ ജീവിക്കാൻ വിന്യസിച്ച അള്ളാഹുവിന് റോം എന്തല്ല ഒരു വിഷയ. മണ്ണെന്ന ഈ നമ്മളൊക്കെ സൃഷ്ടിച്ച് മണ്ണില്ല. മണ്ണിൽ ഈ രൂപത്തിലുള്ള മനുഷ്യനെ സൃഷ്ടിച്ച് ലോകത്തിന്റെ സകല ദിക്കുകളിലും മനുഷ്യനെ ജീവിക്കാൻ വിട്ട അള്ളാഹുവിന് റോം കീഴടക്കുന്നൊരു വിഷയമല്ല. അത് പറയാനാണ് ഈ പറഞ്ഞതെന്നാ ഇവര് പറയുന്നത്. മുഹമ്മദ് നബിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. മുഹമ്മദ് നബിക്ക് പെട്ടെന്ന് മനസ്സിലായി. തൊട്ടടുത്തോ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. നമ്മൾ എപ്പോഴും കേൾക്കണായത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു ലിതസ്കുനു ഇലൈഹ. നിങ്ങൾ അവരിലേക്ക് സമാധാനത്തിന് വേണ്ടി സ്നേഹത്തിന് വേണ്ടി ചെല്ലാൻ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങളിൽ അവൻ കാരുണ്യവും സ്നേഹവും ഉണ്ടാക്കി. ഇവർ പറയണ എന്താ അറിയോ? 2 പദം ഇവർ പറയാൻ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സ്നേഹം, കാരുണ്യം, ലവ് ആൻഡ് മേഴ്സി. ആ പദം വല്ലാത്ത സംഭവമാണ്. ആർക്കും ഉണ്ടാക്കാൻ പറ്റൂല ഈ സാധനം അല്ലാഹ്ക്കല്ലാതെ. അതിനോ ഒരു കാരണമില്ല. എന്നിട്ട് അവർ ഉദാഹരണം പറഞ്ഞു തരണേ. എനിക്ക് അതീവ സുന്ദരിയായ ഒരാൾ അതീവ സുന്ദരിയായ ഒരു വലിയ കല്യാണം കഴിച്ചു നോക്ക്. നമ്മൾ വിചാരിക്കും മാഷാ അല്ലാഹ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. നല്ല കുടുംബമായിരിക്കും, നല്ല കുടുംബിനികളായിരിക്കും, അങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും. പക്ഷേ അവിടെ മേഴ്സിയും ലവും ഇല്ലെങ്കിൽ എന്തല്ല, അവർ തമ്മിൽ വമ്പിച്ച പ്രശ്നമായിരിക്കും. ഒരു സൗന്ദര്യമില്ലാത്ത വിരൂപിയായ ഒരു കറുത്ത പെണ്ണിനെ
നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു പുരുഷൻ കല്യാണം കഴിച്ചു നിൽക്കുക. നമ്മൾ വിചാരിക്കും, നമ്മൾ ചിലപ്പോൾ അങ്ങനെ അവര് നടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെ ഇത് ഒത്തുപോണെന്ന്. ഇവര് പറഞ്ഞെന്താ വെച്ചാൽ വജഅല ബൈനക്കും മവദ്ദതൻ. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ ഉദാഹരണം പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയതാ. അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു UK, അവര് അമേരിക്കയിലോ UK പഠിച്ചതാ. അവര് ഒരു ആഫ്രിക്കക്കാരിയായ ഒരു കറുത്ത പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇവരന്ന് ആലോചിച്ചിരുന്നു അത്ര എന്താ അത്, എങ്ങനെയാണ് ഇത് ശരിയാകുക എന്ന്. ഇപ്പോഴാ മനസ്സിലായതെന്നാ വജഅല ബൈനക്കും മവദ്ദതൻ. എന്താണ് അതിന്റെ വലിപ്പം എന്ന് ആലോചിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മനസ്സുകളിൽ ഉണ്ടാക്കിയ രണ്ട് വികാരമാണെന്ത്? മവദ്ദത്ത്, റഹ്മത്ത്. അത് അല്ലാഹുവേ ഉണ്ടാക്കാനാവൂ. അല്ലാഹു അത് ഉണ്ടാക്കിയാൽ ആർക്കും അതിൽ ആരെയും തെറ്റിക്കാൻ കഴിയില്ല. ആ അല്ലാഹുവിന് റോം കീഴടക്കാന്നുള്ള എന്തല്ല ഒരു വിഷയമല്ല. ഇനി നിങ്ങൾ വാക്യങ്ങൾ വായിക്കണേ. 25 വരെ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് 25 വരെ നിങ്ങൾ സൂറത്ത് റൂം ഒന്ന് വായിച്ചു നോക്കി. ഒരു വല്ലാത്ത സംഭവമാണ്. അതാണ് ഖുർആൻ. നമ്മൾ ആ ഖുർആൻ പഠിക്കണ്ടേ? ആലോചിച്ച് നോക്കൂ, നമ്മൾ പഠിക്കണം. ഞാൻ വിഷയത്തിലേക്ക് പോകും. നമ്മളെ വിഷയം അതുകൊണ്ട് ഈ റമദാൻ മുതൽ നമ്മളൊരു മാറ്റം വന്നു. ആ മാറ്റത്തിന്റെ ഭാഗമായി നമ്മളെ ദീൻ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ എന്താക്കണം, എത്തിച്ചു കൊടുക്കും. എനിക്ക് പറയാൻ കഴിയില്ല, ശരി ഒരു CD കൊണ്ടേ കൊടുക്ക്, ഒരു കാസറ്റ്, ഒരു ക്ലാസ്, ഒരു സംഗതി, ഒരു എവിടെയെങ്കിലും ഒന്ന് എത്തിക്കുക. ഒരാളെങ്ങനെങ്കിലുമൊക്കെ തോളിൽ പിടിച്ച് സ്നേഹിച്ച് ലാളിച്ച് ഇതാ നമ്മളെ ബാധ്യത തീർന്നു. ഹുജ്ജത്ത്, നമുക്കൊരു ഹുജ്ജത്ത് അള്ളാന്റെ മുമ്പിൽ ഞാൻ ചെയ്തു റബ്ബേ. അതായിരിക്കും ഏറ്റവും വലിയ സൽപ്രവർത്തനം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇത് ഒരുപാട് കാര്യം പറഞ്ഞു, ഞാൻ ഇനി നിർത്തുകയാണ്. ഈ പറഞ്ഞ സംഗതികളൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് നല്ല ഇഖ്ലാസ് വേണം. അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ തന്നെ ചോർന്നു പോകും. ഇവിടെ തന്നെ ചോർന്നു പോകും എന്ന് പറഞ്ഞാൽ എങ്ങനെ ചോരും എന്നറിയാം നിങ്ങൾക്ക്? ഇപ്പൊ ഞാനാണല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞത്. പുറത്തിറങ്ങി ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ പറയും, ഓ അയാളോ, അയാൾ നിങ്ങൾക്ക് അറിയില്ല, അയാള് ഏതാ സാധനം എന്നാ കഴിഞ്ഞ്. ഞാനെന്റെ അനുഭവം പറയാം. എന്റെ സ്വന്തം അനുഭവമാണ് പറയണത്. എന്റെ സ്വന്തം അനുഭവമാണിത്. ഭയങ്കര അത്ഭുതം ഇവിടുത്തെ അവസ്ഥ മനുഷ്യന്റെ. കൂട്ടരെ ശരി, എൻ്റെ അടുത്ത് തെറ്റുണ്ട് നോക്കുക, ഞാൻ തെറ്റുകാരനാണ്. അതിന് നിങ്ങളാകുമ്പോഴും അള്ളയായിട്ട് എന്ത് പഠിച്ചു? ഞാൻ തെറ്റുകാരനാണ്, സമ്മതിച്ചു. എനിക്ക് ഒരുപാട് തെറ്റുകൾ വന്നു. ഞാൻ തെറ്റ് വരില്ല എന്ന് പറയില്ല. തെറ്റ് മനുഷ്യന് വരും. ഒരുപാട് തെറ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്കറിയാം, നിങ്ങളുടെയൊക്കെ മുമ്പിൽ അള്ളാഹു വങ്ങാനും ഖിയാമത്ത് നാളിൽ എനിക്കത് മറച്ചു വെച്ച് തരാതെ നിങ്ങളുടെ എങ്ങാനും മുമ്പിൽ അത് പ്രദർശിപ്പിച്ചാൽ അള്ളാഹ് കാക്കട്ടെ. നമ്മളൊക്കെ കഥ അങ്ങനെ കേട്ടോ. എന്റെ മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥ. പരസ്പരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് ഒരു പേരുണ്ട്. എന്താ? അള്ളാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട പേരാണ് എന്ത്? അസ്സത്താർ. അസ്സത്താർ. അല്ലാഹുമ്മസ്തുർ ഔറാത്തി എന്ന് നമ്മൾ രാവിലെ ചെല്ലുന്ന ദിക്റിലുണ്ട്. അല്ലാഹുമ്മസ്തുർ ഔറാത്തി, അല്ലാഹുവേ എന്റെ ന്യൂനതകളെ നീ എനിക്ക് മറച്ചു വെച്ച് തരണമേ. അസ്സത്താർ, മറച്ചു വെക്കുന്നവൻ. അള്ളാഹ് മറച്ചു വെച്ച് തന്നതാ. എന്റെ അടുത്ത് ഒരുപാട് തെറ്റ് നിങ്ങളൊക്കെ കണ്ടാൽ വളരെ മോശമാണ് ഇയാളെന്ന് കരുതും. ഞാൻ പറഞ്ഞു വരുന്നത്, ഫിത്ന വരിക അങ്ങനെയാണ്, ഫസാദ് വരിക അങ്ങനെയാണ്. അവിടെ ഇറങ്ങുമ്പോ പറയും അയാള് ശരിയില്ല, അയാള് ശരി, ഞാൻ ശരിയില്ലാണ്ട പോട്ടെ. നമ്മളെ ദീനെ നമ്മൾ ശരിയാക്കണ്ടേ? ദീനെ നമ്മൾ ശരിയാക്കണ്ടേ? അതുകൊണ്ട് സഹോദരന്മാരെ, ആവശ്യം ഇഖ്ലാസാണ്. ഒരു മനുഷ്യനിലേക്കും നോക്കി നിങ്ങൾ നിങ്ങളുടെ ദീനിനെ വിലയിരുത്തണ്ട. നിങ്ങളുടെ ദീൻ നിങ്ങൾ വിലയിരുത്തേണ്ടത്, ഞാൻ സ്വന്തമാണ് എന്റെ ഖബറിൽ, ഞാൻ സ്വന്തമാണ് റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കേണ്ടത്, ഞാൻ സ്വന്തമാണ് എന്റെ സിറാത്തിലൂടെ കടന്നു പോകേണ്ടത്. ഈ 3 വിഷയം. ബാക്കി ആരും നോക്കി നിങ്ങൾ എന്താക്കണ്ട. ഈ പരിപാടിയായിട്ട് ഇറങ്ങിയവര് ഇത് അവസാനിപ്പിക്കണം. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഈ പരിപാടിയായിട്ട് ഇറങ്ങിയവർ ഇത് അവസാനിപ്പിക്കണം. ആരെങ്കിലും നോക്കിയല്ല നമ്മുടെ ദീൻ. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഖബർ, നമ്മൾ ഒറ്റക്ക. നമ്മുടെ ഹിസാബ്, നമ്മൾ ഒറ്റക്ക. നമ്മുടെ സിറാത്ത്, നമ്മൾ ഒറ്റക്ക. അൽ ഖബറു വൽ ഹിസാബു വസ്സിറാത്ത്. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ അമലുകളൊക്കെ ചെയ്യേണ്ടത് ആർക്കെങ്കിലും വേണ്ടിയല്ല, ഒരാൾക്ക് വേണ്ടിയല്ല, ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല, ഒരു സെന്ററിന് വേണ്ടിയല്ല, ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ നിങ്ങൾക്ക് വേണ്ടി. മനസ്സിലായെങ്കിൽ അയ്മ നമ്മൾ പോകരുത്. ആ ഇഖ്ലാസ് ഉണ്ടായാൽ ഞാനൊരു 10
10 കുറ്റം തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഖുർആനാണെങ്കിൽ അത് സ്വീകരിക്കണം എന്ന് തോന്നും. എന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണ്ട, ഞാൻ പറയുന്നത് അള്ളാന്റെ ഖുർആനല്ലേ, റസൂലുള്ളാന്റെ ഹദീസല്ലേ, അത് സ്വീകരിക്കാന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇഖ്ലാസ് നഷ്ടപ്പെടുന്നതിന് നാം ഭയപ്പെടണം. എപ്പോഴും നമ്മൾ ഇഖ്ലാസിനെ കുറിച്ച് ചിന്തിക്കണം. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ എണ്ണി പറയാം, വിശദീകരിക്കണ്ട. ഒന്ന്, ദുആ ചെയ്യണം. എപ്പോഴും അള്ളാഹുവിനോട് ഇഖ്ലാസിനെ ചോദിച്ച് ദുആ ചെയ്യണം. സഹാബികളുടെ രീതിയായിരുന്നു, റസൂലുള്ളാഹിന്റെ രീതിയായിരുന്നു. അല്ലാഹുമ്മ അഖ്ലിസ് ലീ ഫീ അമലി, അള്ളാഹുവിന്റെ എന്റെ അമലുകളിൽ നീ എനിക്ക് ഇഖ്ലാസ് നൽകണമേ. മനസ്സിലായില്ലേ? ഒന്ന്, ദുആ, നല്ല ദുആവാണ്. രണ്ടാമത്തേത് ഇഖ്ഫാഉൽ അമൽ, നമ്മൾ ചെയ്യുന്ന അമലുകളെ മാക്സിമം നമ്മൾ മറച്ചു വെക്കണം. അത് പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിച്ചിരുന്നത്, ബിശ്ർ ഇബ്നുൽ ഹാരിസ് റഹിമഹുല്ല പറയുന്നു, ലാ തഅമൽ ലിതുദ്കർ, ആരെങ്കിലും പറയാൻ വേണ്ടി നീ ചെയ്യരുത്. ഉക്തുമിൽ ഹസനത കമാ തക്തുമുസ് സയ്യിഅ, നിന്റെ തെറ്റുകളെ നീ എങ്ങനെ മറച്ചു വെക്കുന്നുവോ അതുപോലെ നീ നന്മയെ എന്ത് ചെയ്യണം. അല്ലാഹ്, കയ്യോ, വല്ലാത്ത സംഭവമാണ്. തെറ്റെങ്ങനെ നമ്മൾ മറച്ചു വെക്കണോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നന്മ മറച്ചു വേണ്ട, ആരും കാണണ്ട. അതാണ് എന്ത്, ഇഖ്ലാസ്. അവിടേക്ക് നമ്മൾ എത്തണം. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. അവിടെയാണ് വിഷയം. നിങ്ങൾക്കറിയോ, ഏറ്റവും നല്ല നമസ്കാരം എപ്പോഴാ? സുന്നത്ത് നമസ്കാരം, തഹജ്ജുദ. ഏറ്റവും നല്ലത് തഹജ്ജുദിന്റെ സമയം എപ്പോഴാ? രാത്രി, എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ, ആരും കാണാതെ. മനസ്സിലായോ എന്താ കാര്യം? ഏറ്റവും നല്ല ദുആ എപ്പോഴാ? രാത്രിയുടെ അവസാന യാമത്തിൽ. ഏറ്റവും നല്ല ഇസ്തിഗ്ഫാർ എപ്പോഴാ? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അവസാനം, ഒക്കെ ആരും കാണാത്ത സമയം. ഏറ്റവും നല്ല സദഖ ഏതാ? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹ്, ഓർമ്മല്ലേ? 7 തണലിട്ട ഹദീസ് ഓർമ്മല്ലേ? ഏറ്റവും നല്ല സദഖ മറ്റേ കൈയും കൂടി അറിയേണ്ടതാണ്. ഇപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? മറച്ചു വെക്കണം. അത് ഇഖ്ലാസിന്റെ ഭാഗമാണ്. ഇഖ്ലാസ്. ഞാൻ അങ്ങനെ ചെയ്തു എന്ന് നമ്മളാരോടും വിളിച്ചു പറയാം. ചെയ്തെങ്കിൽ അള്ളാഹിന്റെ അടുത്തുണ്ടാവും, ഏട്ടില് നമുക്ക് അവിടുന്ന് കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തെരുമാറാകട്ടെ. അതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം എന്തിനായി പറയണേ? എന്താ വിഷയം എന്ന് മനസ്സിലായിട്ടില്ല? എന്താ? ഇഖ്ലാസ് നിലനിർത്താൻ. അപ്പൊ ഒന്ന് പ്രാർത്ഥന, 2 മറച്ചു വെക്കണം. മൂന്നാമത്തേത്, നമ്മളെക്കാൾ മുകളിലുള്ള സാലിഹ്യങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ എപ്പോഴും നോക്കണം. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ട് ദുനിയാവിന്റെ കാര്യത്തിൽ, ലാ തൻളുറു ഇലാ മൻ ഹുവ ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാ മൻ ഹുവ അഅല മിൻകും. നിങ്ങൾ മുകളിലേക്ക് നോക്കരുത്, താഴത്തേക്ക് നോക്കണം. ഏത് വിഷയത്തില്? ദുനിയാവിന്റെ. ദീന്റെ വിഷയത്തിലോ? മുകളിലേക്ക് നോക്കണം, താഴത്തേക്ക് നോക്കരുത്. എന്റെ റൂമില് 5 ആളുണ്ട്. എന്റെ റൂമിൽ എന്ന് വെക്കുക, 2 ആൾ തഹജ്ജുദൊക്കെ നിസ്കരിക്കട്ടെ, 3 ആള്, ബാക്കി 2 ആൾ സുഖമായിട്ട് ഉറങ്ങാം. ഞാൻ എങ്ങോട്ടാ നോക്കണ്ടേ? അങ്ങോട്ട് നോക്കണം. എനിക്ക് അവിടെ എത്തണം. ഓല ഉറങ്ങിക്കോട്ടെ, പക്ഷെ ഇവര് തഹജ്ജുദ്, അയാൾ എത്രയോ ഓതിയേ, അയാൾ എന്തൊരു സദഖ ചെയ്യണേ, അയാൾ എത്ര നല്ല മനുഷ്യനാ, അങ്ങോട്ടെത്തണം. മനസ്സിലായോ? എപ്പോഴും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് മൂന്നാമത്തെ വിഷയം. ആവർത്തിച്ച് പറയാൻ സമയമല്ല, നിങ്ങൾ വേഗം മനസ്സിലാക്കണം. 4ാമത്തെ വിഷയം ഇഹ്തിഖാറുൽ അമൽ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് നിസ്സാരമായി തോന്നും. അത് വലുതായി തോന്നരുത് നമുക്ക്. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ ഭയങ്കരാണ് എന്നുള്ള തോന്നലല്ല. മനസ്സിലായില്ലേ? സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ദഖല റജുലുൻ അൽ ജന്ന ബിമഅസിയ. ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്തിട്ട് സ്വർഗ്ഗത്തിൽ കടന്നു. പാപം ചെയ്തിട്ട്. വദഖല റജുലുൻ അന്നാറ ബിഹസന. ഒരാള് ഒരു നന്മ ചെയ്തിട്ട് നരകത്തിലേക്കും പോയി. എനിക്ക് മാറിയതൊന്നല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കേണ്ട മാറിയതല്ല. ഒരാളൊരു തിന്മ ചെയ്തിട്ട് എവിടെ പോയി? സ്വർഗത്ത് പോയി. നന്മ ചെയ്തിട്ടോ നരകത്ത് പോയി. അപ്പൊ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, കൈഫ ദാലിക്, അതെങ്ങനെ മനസ്സിലായില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, അമല റജുലുൻ മഅസിയ. ഒരാളൊരു പാപം ചെയ്തു. ഫമാ സാല ഖായിഫൻ മിൻ ഇഖാബില്ലാഹി മിൻ തിൽക്കൽ ഖതീഅ. ആ ചെയ്ത പാപത്തെക്കുറിച്ച് നിരന്തരമായി അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവൻ പേടിച്ചുകൊണ്ടേയിരുന്നു. പഠിച്ചാനെ ശിക്ഷിക്കുമെന്ന്. ഫലഖിയല്ലാഹ് ഫഗഫറ ലഹു മിൻ ഖൗഫിഹി മിൻഹു. അപ്പൊ അള്ളാന്റെ അടുത്ത് അവൻ ചെല്ലുമ്പോ ആ പാപത്തെക്കുറിച്ചുള്ള ഭയം കാരണം അള്ളാഹു അവൻ എന്ത് ചെയ്തു? പുറത്തു കൊടുത്തു. മനസ്സിലായോ രീതി? ഇനി അടുത്തതോ,
വഅമല റജുലുൻ ഹസന, ഒരാൾ ഒരു നന്മ ചെയ്തു, ഫമാസാല മുഅ്ജിബൻ ബിഹാ, ആ നന്മയെക്കുറിച്ച് അവന് ഭയങ്കര മികവ് ഇങ്ങനെ തോന്നി. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ വലിയ ആളാണ്, ഞാൻ അത് ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാനിപ്പോ ഇന്ന് മുഴുവൻ ഹയാത്താക്കി, രാത്രി മുഴുവൻ ഹയാത്താക്കി, ഞാൻ അത്ര സദഖ കൊടുത്തു. വലഖിയല്ലാഹു ബിഹാ, ഈ ചെയ്തതിന്റെ മികവ് മനസ്സിൽ കൊണ്ട് നടന്ന ഇയാള് അള്ളാഹിനെ കണ്ടു. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതല്ല, അവന്റെ മനസ്സിൽ അതിന്റെ വലിപ്പമാണ്. ഫഅദ്ഖലഹുന്നാർ, അള്ളാഹു എന്നെ നരകത്തിൽ. അപ്പൊ വിഷയം എന്താ? ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും നമ്മൾ ചെയ്ത അമലുകൾ എന്തായിരുന്നു? വലിയതാന്ന് തോന്നരുത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ആൾക്കാർ നമ്മളിങ്ങനെ പുകഴ്ത്തും. ഈ പുകഴ്ത്തലിനൊന്നും നമ്മൾ മരത്തുമ കയറരുത്. മനസ്സിലായില്ലേ? അത് ദുനിയാവിന്റെ കാര്യത്തിലായാലും ദീന്റെ റസൂലുള്ള പറഞ്ഞില്ലേ, നിങ്ങൾ മണ്ണ് വാരിയിടണം, മണ്ണ് വാരിയിടണം എന്നാ പറഞ്ഞേ. കാരണം ഇഖ്ലാസ് നഷ്ടപ്പെടുത്തും. എന്ത് പുകഴ്ത്തൽ ചെയ്യരുത്. സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ചെയ്യരുത്. നമ്മൾ ആളുകളുടെ വിചാരം നേരെ തിരിച്ചാണ്. സ്നേഹം ഉണ്ടെങ്കിൽ എന്താക്കണം? പുകഴ്ത്തണം. പുകഴ്ത്തിയിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന്. നമ്മൾ തിരിച്ചു വരണം. നമ്മൾ അള്ളാഹുവിന്റെയും അള്ളാഹു റസൂലിന്റെയും സഹാബത്തിന്റെയും ജീവിതത്തിലേക്ക് വരണം. അതാണ് വേണ്ടത്. അഞ്ചാമത്തെ വിഷയം, ഒരു അമല് ചെയ്താൽ നമുക്ക് പേടി വേണം. അത് സ്വീകരിക്കാതെ പോകുമോ എന്നുള്ള പേടി അതെപ്പോഴും ഉണ്ടാകണം. സ്കരിച്ചാലും സദഖ കൊടുത്താൽ പോലും സംഗതി ഞങ്ങൾ അധ്വാനിച്ചു കൊടുത്താൽ പക്ഷെ പടച്ചവനെ കബൂലാക്കാതെ പോവോ, എന്തെങ്കിലും എൻ്റെ അബദ്ധം വന്നിട്ടുണ്ടോ അതിൽ എന്നോ. ഞാനിന്ന് എണ്ണി പറയട്ടെ, സമയം കഴിഞ്ഞു. ആറാമത്തത്, ജനങ്ങളുടെ സംസാരത്തിൽ നമ്മൾ സ്വാധീനിക്കപ്പെടരുത്. എന്ന് വെച്ചാൽ എന്താ? ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, തർക്കുൻ നദരി ഇലൽ ഖൽഖി വമഹ്വിൽ ജാഹി മിൻ ഖുലൂബിഹിം ബിൽ അമലി വൽ ഇഖ്ലാസ്. ജനങ്ങളിങ്ങനെ പുകഴ്ത്തിയാൽ നല്ലോണം ചെയ്യാം. ജനങ്ങളിങ്ങനെ പുകഴ്ത്തിയാൽ നല്ലോണം ചെയ്യാം. നമ്മൾ ഒരുപാട് കാര്യം ചെയ്തിട്ട് നമ്മൾ പറയാണ്, എന്താപ്പ ചെയ്തിട്ട് ഒരു നല്ല വാക്ക് മൂപ്പരിരുന്ന് കിട്ടിയില്ലാണ്. അതിനാ ചെയ്ത് ആണെങ്കിൽ പോയി. നമ്മൾ അതിനു വേണ്ടിയല്ല ചെയ്തത്. നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യണം? അള്ളാഹുവിന് വേണ്ടി. അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏഴാമത്തെ വിഷയം, നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു സംഗതി, സ്വർഗവും നരകവും ജനങ്ങളുടെ അടുത്തല്ല, ആരെടുത്താ? അതുകൊണ്ട് ജനങ്ങളെ നോക്കി നമ്മളൊന്നും ചെയ്യണ്ട. മൂപ്പരെന്ത് വിചാരിക്കും? അതുകൊണ്ട് ഇയാളെന്ത് കരുതും? ആ പരിപാടിയാണ് അവസാനിപ്പിച്ചാല്. സ്വർഗവും നരകവും ഇയാളെടുത്തല്ല, ആരെടുത്താ? അള്ളാന്റെ അടുത്ത്. മൂപ്പരെന്തും പറഞ്ഞോട്ടെ, മൂപ്പരുടെ നാവിന് എല്ലില്ല, അതുകൊണ്ട് എന്തിനും എന്താവും? വഴങ്ങും. അത് പറയുന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയോ പറഞ്ഞതുകൊണ്ട് തുടങ്ങുകയോ ചെയ്യണ്ട, ഒരു വിഷയമല്ല. സ്വർഗവും നരകവും അള്ളാഹുവിന്റെ അടുത്താണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. എട്ടാമത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഖബറിൽ ഞാൻ ഒറ്റക്കായിരിക്കും. ഈ 8 കാര്യം ചിന്തിച്ചാൽ നമുക്ക് ഇഖ്ലാസ് നന്നാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹു നമ്മെ ഇതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഒരുപാട് ദീർഘമായി, സമയം ദീർഘിച്ചുപോയി. നമ്മളിന്ന് കുറേ സംസാരിക്കേണ്ട ദിവസമല്ല, കുറേ അമല് ചെയ്യേണ്ട സമയമാണ്, സന്ദർഭമാണ്. എല്ലാവരും കൂടുതൽ അമലുകൾ ചെയ്യുക. നമ്മൾ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക, രാത്രിയിൽ ഇന്ന് കഴിയുന്നത്ര ദീർഘമായി നമസ്കരിക്കുക, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക, അള്ളാഹുമായി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് മുനാജാത്ത് നടത്തുക. ഒറ്റയ്ക്കിരുന്നിട്ട് പഠിച്ചവനങ്ങനെ മനസ്സിൽ കണ്ടിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ സംസാരിക്കുക. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അടിസ്ഥാനപരമായി മനസ്സിനെ ശുദ്ധിയാക്കുക. ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ. ആരോടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞ് എനിക്ക് നിങ്ങളോട് വെറുപ്പൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയെങ്കിൽ എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് നന്നായി അങ്ങനെ നമ്മൾ സ്വർഗത്തിന് വേണ്ടി പ്രിപ്പയർ ആയ. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലേക്ക് പോകണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ലൈലത്തുൽ ഖദർ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ആ ലൈലത്തുൽ ഖദറിലൂടെ നമുക്ക് സ്വർഗത്തിലെത്തണം. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആകും, റെഡിയാകും. അതിന് എന്ത് നഷ്ടം വന്നാലും അത് നഷ്ടമല്ല. കുറച്ചു നേരം ഒന്ന് ഉറങ്ങാതെ പോയാൽ നഷ്ടമല്ല, കുറച്ചൊരു ക്ഷീണം വന്നാലും അത് പ്രശ്നമല്ല. ആ രൂപത്തിൽ നമ്മളെ മാറ്റണം. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളുടെ ഈ സംസാരവും ഞങ്ങളുടെ ഇരുത്തവും ഈ പള്ളിയിലെ ഒരുമിച്ച് കൂടലും ഒരു സാലിഹായ അമലായി നീ സ്വീകരിക്കണമേ. നെയ്യത്തിനെ നന്നാക്കി ഇഖ്ലാസോടുകൂടി അമല് ചെയ്യാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നെയ്യത്തിലോ ഇഖ്ലാസിലോ വല്ല അബദ്ധങ്ങളും അപാകതകളും ഉണ്ടെങ്കിൽ
ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ശുദ്ധമായ ഇഖ്ലാസുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. ഈ റമദാനിൽ ഞങ്ങൾ നേടിയെടുത്ത ഈമാനും ഇഖ്ലാസും മരണം വരെ നിലനിർത്താനുള്ള തൗഫീഖും കരുത്തും മനസ്സും ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. നിന്റെ ഫضല് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. റഹ്മാനായ റഹീമായ നാഥ, ഞങ്ങളെ നീ നിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കണമേ. നിന്റെ ഫضല് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ നാഥ, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. നിന്നോട് മാത്രം വിളിച്ചു തേടുന്നവരാണ് ഞങ്ങൾ. നിന്റെ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. നിന്റെ തൗഹീദിന് പണിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ നാഥ. ഞങ്ങളുടെ ദുആ നീ തള്ളിക്കളയരുത് നാഥ. കേട്ടിട്ട് ഉത്തരം നൽകുന്ന നല്ല പ്രാർത്ഥനക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. നാഥ, നിന്റെ ഹൈബത്തിനും നിന്റെ ഗാംഭീര്യത്തിനും അനുയോജ്യമല്ലാത്ത വല്ലതും ഞങ്ങൾ നിന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ നാഥ. ഞങ്ങളുടെ മനസ്സ് ഞങ്ങളെക്കാൾ അറിയുന്ന നാഥ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, ഈ മഹത്തായ സദസ്സിൽ, നിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ, നിന്റെ മലക്കുകൾ കാവലിരിക്കുന്ന ഈ പരിശുദ്ധമായ സദസ്സിൽ, ഈ സദസ്സിൽ ഞങ്ങൾ ചെലവഴിച്ച ഓരോ നിമിഷവും നാളെ ഞങ്ങളുടെ തുലാസിൽ വലിയ ഖനം തൂങ്ങുന്ന അമലായി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങൾ ഈ സദസ്സിൽ ചെലവഴിച്ച ഈ ഓരോ അവസരവും സന്ദർഭവും, ഞങ്ങൾ കേട്ട ഓരോ കാര്യങ്ങളും, ഞങ്ങളോടൊപ്പം നിന്റെ മലക്കുകളും സാക്ഷിയായ ഈ വർത്തമാനങ്ങളും സംസാരങ്ങളും, നിന്റെ കിതാബും നിന്റെ റസൂലിന്റെ സുന്നത്തുമനുസരിച്ചുള്ള ഈ കാര്യങ്ങൾ, അവ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് ഒരുപാട് ഉറപ്പുമായാണ് പുറത്തേക്ക് പോകുന്നത്. ഒരുപാട് കടുപ്പമുള്ള മനസ്സിൽ ഒരുപാട് നല്ല ഉറപ്പുകളുമായാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത്. ആ ഉറപ്പുകൾ, നിന്റെ മാർഗത്തിലെടുത്ത, നിന്റെ പേരിലെടുത്ത ഉറപ്പുകൾ പാലിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണമേ നാഥ. ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ നാഥ. നാഥ, ഞങ്ങൾ പാപ്പികളാണ് നാഥ. ഞങ്ങൾ വീഴ്ച പറ്റിയവരാണ് നാഥ. രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് നാഥ. നീയാണല്ലോ എല്ലാ തെറ്റുകളും പൊറുക്കുന്നവൻ നാഥ. എല്ലാ തെറ്റുകളും പൊറുക്കുന്നവനാണല്ലോ നാഥ. ഞങ്ങളുടെ തെറ്റുകൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ നാഥ. ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് ഞങ്ങളെ നീ പാപമുക്തമാക്കി സ്വർഗത്തിന്റെ ഉടമകളാക്കണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഞങ്ങൾക്കൊക്കെയുണ്ട് നാഥ. ആ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഞങ്ങളുടെ ദുനിയാവിനും ആഖിറത്തിനും ഖൈറുള്ളതാണെങ്കിൽ അതിലേക്ക് ഞങ്ങൾ നീ അടുപ്പിക്കണമേ നാഥ. നാഥ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവർ, ശാരീരികമായ വേദന അനുഭവിക്കുന്നവർ, മക്കളില്ലാത്തവർ, വിവാഹം കഴിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നവർ, നാഥ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സാലിഹായ മുറാദുകളും ഞങ്ങൾക്ക് നീ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ പൂർത്തീകരിച്ചു തരണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയത് നിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്, ഇഖ്ലാസോടുകൂടി മാത്രമാണ് നാഥ. ഇഖ്ലാസോടുകൂടി നിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രമാണ് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയത് എങ്കിൽ പടച്ചതമ്പുരാനെ, അത് തവസ്സുലാക്കി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നാഥ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കണമേ. നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. സ്വർഗാവകാശികളാക്കി ഞങ്ങളെ നീ മാറ്റണമേ. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല മുറാദുകളും നീ ഹാസിലാക്കി തരണമേ. ഞങ്ങളുടെ രോഗികൾക്ക് നീ സുഖം നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരുടെ ഖബറിനെ വിശാലമാക്കണമേ. അവരുടെ ഖബറിനെ സ്വർഗത്തോപ്പിൽ നിന്നുള്ള ഒരു തോപ്പാക്കി നീ മാറ്റണമേ. അർഹമുർ റഹീമീനായ നാഥ, ഈ പരിശുദ്ധ റമദാനിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ശരീരത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ ബിസിനസ്സുകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മാതാപിതാക്കളിലും ഞങ്ങൾക്ക് നീ ബർക്കത്തുകൾ നൽകണമേ നാഥ.
നാഥാ, നിന്റെ ബർക്കത്തില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ് നാഥാ. നിന്റെ ബർക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. അർഹമുർറഹിമിനായ നാഥാ, നിന്റെ അമ്പിയാക്കളും നിന്റെ ഔലിയാക്കളും നിന്റെ ശുഹദാക്കളുമൊക്കെ അമലുകൾ ചെയ്തെടുത്ത് ഞങ്ങളുടെ അമലുകൾ ഒന്നുമല്ല നാഥാ, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നുമല്ല നാഥാ. എന്നാലും നാഥാ, ഞങ്ങളുടെ ഈ അമലുകൾ നിന്റെ തുലാസിൽ കനം തൂങ്ങുമ്പോൾ നല്ല കനമുള്ളതാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ നാഥാ. അർഹമുർറഹിമീനായ നാഥാ, ഈ പരിശുദ്ധ രാവിൽ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. അർഹമുർറഹിമീനായ നാഥാ, ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഈ ലൈലത്തുൽ ഖദറിന്റെ മഹാഭാഗ്യം ലഭിക്കാനുള്ള ഉദവി നീ നൽകണമേ നാഥാ. അതിനുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണമേ നാഥാ. അർഹമുർറഹിമീനായ നാഥാ, ഞങ്ങളുടെ പെൺകുട്ടികളും ഞങ്ങളുടെ ആൺകുട്ടികളും വ്യതിചലിച്ചു പോകുന്നു നാഥാ, വഴികേടിലേക്ക് പോകുന്നു നാഥാ. അവർക്ക് നീ ഹിദായത്ത് നൽകണമേ നാഥാ. അവർക്ക് നീ സന്മാർഗം കാണിച്ചു കൊടുക്കണമേ നാഥാ. ചെറുപ്പത്തിന്റെ ഈ പ്രയാസത്തിൽപ്പെട്ട് അവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ നീ രക്ഷിക്കണമേ നാഥാ. നാഥാ, ഞങ്ങൾക്ക് അവരിൽ നീ കൂടുതൽ ബർക്കത്ത് നൽകണമേ നാഥാ. കണ്ണിന് കുളിർമ നൽകുന്ന, മനസ്സിന് ആനന്ദം നൽകുന്ന നല്ല സന്താനങ്ങളായി അവരെ നീ മാറ്റണമേ നാഥാ. നാഥാ, നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ ദീനിനെ സ്നേഹിക്കുന്ന, നിന്റെ ഹുദൂദുകൾക്ക് പ്രാധാന്യം നൽകുന്ന, നിന്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകുന്ന നല്ല മുസ്ലിങ്ങളായി അവരെയും ഞങ്ങളെയും നീ മാറ്റണമേ നാഥാ. നാഥാ, അവരിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ ഒരു നല്ല സന്താനത്തെ, സൗഭാഗ്യത്തെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥാ. അർഹമുർറഹിമീനായ നാഥാ, നിന്റെ തൗഹീദിന് വേണ്ടി അധ്വാനിച്ച് തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച് അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ തരണമേ നാഥാ. ഞങ്ങളുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാക്കി നീ മാറ്റണമേ നാഥാ. നാഥാ, പ്രയാസകരമായ എല്ലാ മരണത്തിൽ നിന്നും ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു നാഥാ. ദാരുണമായ പ്രയാസകരമായ മരണത്തിൽ നിന്നും അന്ത്യത്തിൽ നിന്നും ഞങ്ങൾ നിന്നോട് രക്ഷ ചോദിക്കുന്നു നാഥാ. അസഹ്യമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ നാഥാ. പ്രയാസകരമായ വേദനകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ നാഥാ. നാഥാ, നിന്റെ മലക്കുകൾ, നിന്റെ മലക്കുൽ മൗത്ത് സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ റൂഹ് പിടിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥാ. നാഥാ, നിന്റെ മലക്കുൽ മൗത്ത് ഞങ്ങളുടെ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ, നാഥാ, ഞങ്ങളുടെ റൂഹ് നിന്റെ മലക്കുകൾ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ, നാഥാ, ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളെ കുളിപ്പിക്കുമ്പോൾ, ഞങ്ങളെ കഫം ചെയ്യുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ, ഞങ്ങളെ മഖബറയിൽ കബറടക്കി അവർ തിരിച്ചു പോരുമ്പോൾ, നാഥാ, ആരുമില്ലാത്ത ആ അവസ്ഥയിൽ നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ ഫളല് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആരുമില്ലാത്ത പുഴുക്കളുടെ വീടായ ഖബറിൽ നാഥാ, ഞങ്ങളുടെ അമലുസ്സാലിഹത്ത് കൂട്ടാകുന്ന മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥാ. അർഹമുർറഹിമീനായ നാഥാ, നം കനൗമത്തിൽ അറൂസ്, പുതുമണവാളനെ പോലെ നീ ഖബറിൽ കഴിഞ്ഞുകൂടിക്കോ എന്ന് പറയുന്ന സന്തോഷം മലക്കുകൾ പറയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. അർഹമുർറഹിമീനായ നാഥാ, ഞങ്ങളുടെ ഖബർ സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാക്കണമേ നാഥാ. സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ ഞങ്ങളുടെ ഖബറിലേക്ക് നീ തുറന്നു തരണമേ നാഥാ. ഞങ്ങളുടെ ഖബറിൽ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകണമേ നാഥാ. ഖബറിൽ ദുനിയാവിനേക്കാൾ സായുജ്യമുള്ള, സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥാ. നാഥാ, ഖബർ ഇരുട്ടറയാണ് നാഥാ. ഖബറിന്റെ അടിയും അകവും പുറവും ഇടവും വലവും മണ്ണാണ് നാഥാ. ആ ഇരുട്ടറയിൽ, മണ്ണിന്റെ വീട്ടിൽ, പുഴുക്കളുടെ വീട്ടിൽപ്പെട്ട് കുടുങ്ങാതെ, കുടുസാകാതെ നിന്റെ വിശാലത നൽകുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ. നാഥാ, ഞങ്ങൾക്ക് ഖബർ പേടിയാണ് നാഥാ. ഖബറിലേക്ക് പോകാൻ പേടിയാണ് നാഥാ. ആ പേടിയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മാറ്റം വരുത്തണമേ. നിന്റെ മഗ്ഫിറത്തിലേക്കും നിന്റെ ജന്നത്തിലേക്കും പോകുന്ന സന്തോഷത്തോടെ ഖബറിലേക്ക് പോകാൻ ഞങ്ങൾക്ക് നീ ഉദവി നൽകണമേ നാഥാ. അർഹമുർറഹിമീനായ നാഥാ, ആ ഖബറിൽ നിന്ന് ഞങ്ങളെ പുനരുജ്ജീവിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നാഥാ, നിന്റെ ഏടുകൾ നീ ഞങ്ങൾക്ക് നൽകുമ്പോൾ അത് വലങ്കയിൽ നൽകുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥാ.
അർഹമുർ-റഹീമീനായ നാഥ, നിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം അർശിന്റെ തണൽ നൽകുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ പെടുത്തണമേ നാഥ. നാഥ, ദാഹിച്ചു വലയുന്ന സമയത്ത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. നാഥ, ആ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിച്ചാൽ പിന്നീട് ദാഹമില്ലല്ലോ നാഥ. ആ ഹൗദുൽ കൗസർ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. നാഥ, ഹൗദുൽ കൗസറിലേക്ക് അടുക്കുമ്പോൾ മാറി നിൽക്കുക എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുത് നാഥ. ഞങ്ങളുടെ മഹാനായ നേതാവ് ഞങ്ങളെ വിളിച്ച് മാടി വിളിച്ച് ഞങ്ങൾക്ക് ഹൗദുൽ കൗസർ തരുന്ന ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. അർഹമുർ-റഹീമീനായ നാഥ, അതിനുശേഷം വിചാരണയ്ക്ക് വേണ്ടി നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹിസാബൻ യസീറ, ലഘുവായ വിചാരണ നടത്തി നിന്റെ മുമ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണമേ നാഥ. നാഥ, സിറാത്ത് എന്ന പാലത്തിലൂടെ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ, ആ പാലത്തിലൂടെ ഞങ്ങൾ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോൾ നാഥ, ബുദ്ധിമുട്ടില്ലാതെ പ്രയാസമില്ലാതെ നരകക്കുഴിയിൽ വീഴാതെ സിറാത്ത് എന്ന പാലത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ എത്തിക്കണമേ നാഥ. അർഹമുർ-റഹീമീനായ നാഥ, ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ കാത്തു നിൽക്കുന്ന വല്ലാത്ത ഒരനുഭവം, സന്തോഷം ഞങ്ങൾക്ക് നീ ഉണ്ടാക്കണമേ നാഥ. നാഥ, ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളുടെ മക്കളോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. അർഹമുർ-റഹീമീനായ നാഥ, ഇതിന് വിരുദ്ധമാകുന്ന ഒരു പ്രവർത്തനത്തിലും ഞങ്ങളെ നീ എത്തിക്കരുത് തമ്പുരാനെ. നാഥ, എന്ത് നഷ്ടവും എന്ത് പ്രയാസവും എന്ത് വേദനയും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നാൽ പോലും നാഥ, സ്വർഗത്തിൽ നിന്ന് വിദൂരമാക്കുന്ന ഒന്നിലേക്കും ഞങ്ങളെ എത്തിക്കരുത് നാഥ. എന്ത് നഷ്ടവും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നാഥ. എന്ത് പ്രയാസവും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നാഥ. നരകം ഞങ്ങൾക്ക് സഹിച്ചുകൂടാ നാഥ. നരകം ഞങ്ങൾക്ക് സഹിക്കവറ്റാത്തതാണ് നാഥ. അതിലേക്ക് ഞങ്ങളെ എത്തിക്കരുത് തമ്പുരാനെ. അർഹമുർ-റഹീമീനായ നാഥ, ഈ ഞങ്ങളുടെ ഇരുത്തം ഞങ്ങളുടെ ആയുസ്സിലെ അവസാനത്തെ ഇരുത്തമാക്കരുത് നാഥ. ഈ ഇരുത്തം അവസാനത്തെ ഇരുത്തമാക്കരുത് നാഥ. വരും റമളാനുകളിൽ ഇതുപോലെ സന്തോഷത്തോടെ ഈ പള്ളിയിൽ ഒരുമിച്ചുകൂടി നിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യാനും പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ നാഥ. അർഹമുർ-റഹീമീനായ നാഥ, ഇതിന് ഞങ്ങൾക്ക് കാരണക്കാരായ നാഥ, നീ കാരണക്കാരാക്കിയ ഞങ്ങളുടെ സഹോദരങ്ങൾ, അവരിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. അവർക്ക് യഥാർത്ഥ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. നാഥ, ഉപജീവനം തേടി ഈ നാട്ടിൽ വന്ന് ഇവിടെ വന്നിട്ട് ഇതുപോലെ സ്വതന്ത്രമായി ദീനിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അവസരം നൽകിയ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് സമാധാനവും സന്തോഷവും ബർക്കത്തും ഈമാനും നൽകണമേ നാഥ. അവർക്ക് ഈമാനിന്റെ ഇസ്ലാമിന്റെ മാർഗത്തിൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള കരുത്തും തൗഫീഖും നീ നൽകണമേ നാഥ. അവർക്ക് വന്ന എല്ലാ വീഴ്ചകളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം നൽകണമേ നാഥ. അർഹമുർ-റഹീമീനായ നാഥ, ഈ ദീനിനെ പഠിക്കാൻ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഇൽമ നൽകിയ പടച്ച റബ്ബേ, ഞങ്ങളുടെ ഇൽമിനെ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങൾക്ക് കിട്ടിയ ഇൽമനുസരിച്ച് ജീവിക്കാനുള്ള കരുത്തും തൗഫീഖും ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. അർഹമുർ-റഹീമീനായ നാഥ, ഇതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാൻ ഞങ്ങളെ നീ സഹായിക്കണമേ നാഥ. നാഥ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ അർശിന്റെ തണലിൽ വിചാരണ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ നിന്റെ അർശിന്റെ തണൽ കൊണ്ട് മഹാസൗഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണമേ നാഥ. അർഹമുർ-റഹീമീനായ നാഥ, ദുനിയാവിലും ആഖിറത്തും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ നാഥ. ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ നാഥ. ഞങ്ങൾക്ക് നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരികയും മക്കളെ വർദ്ധിപ്പിച്ചു തരികയും അതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷം നൽകുകയും ചെയ്യണമേ നാഥ. നാഥ, ദുനിയാവിന് അമിത പ്രാധാന്യം നൽകി പരലോകത്തെ മറന്നുപോകുന്ന ദൗർഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകരുത് നാഥ. അർഹമുർ-റഹീമീനായ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ നാഥ. ഞങ്ങൾ ഉയർത്തിയ ഈ കൈകൾ നീ തട്ടിക്കളയരുത് നാഥ. ഞങ്ങൾ ഉയർത്തിയ ഈ ശബ്ദം നിന്നിലേക്ക് എത്തണം നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണം നാഥ. ഞങ്ങളുടെ അമലുകൾ നീ കബൂലാക്കണം നാഥ.
ഞങ്ങളുടെ നോമ്പുകൾ നീ സ്വീകരിക്കണം നാഥ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ നീ സ്വീകരിക്കണം നാഥ, ഞങ്ങളുടെ സദഖകളും സക്കാത്തുകളും നീ സ്വീകരിക്കണം നാഥ. സ്വീകരിക്കാത്ത വല്ല വീഴ്ചകളും അവയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. നാഥ, ഞങ്ങൾക്ക് വീഴ്ച പറ്റി, ഞങ്ങൾ പലതും ചെയ്തില്ല നാഥ, അമലുകൾ പലതും വിട്ടുപോയി നാഥ. ഈ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ ആ വിട്ടുപോയതിന് പകരം അമലുകൾ ചെയ്യാൻ ഞങ്ങളെ നീ തോന്നിപ്പിക്കണമേ നാഥ. ഈ റമളാനിന്റെ അവസാന നിമിഷം വരെ നിനക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം നാഥ. ഈ റമളാനിന് ശേഷം തൊട്ടടുത്ത റമളാന് വരെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഈമാനും ഇഖ്ലാസും നിലനിർത്താനുള്ള കരുത്ത് ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ദുരിതവും പ്രയാസവും പട്ടിണിയും അനുഭവിക്കുന്നു നാഥ. അവർക്ക് നീ ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നവർക്ക് നീ ആശ്വാസം നൽകണമേ നാഥ. ഞങ്ങളെ നശിപ്പിക്കാൻ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ പരാജയപ്പെടുത്തണമേ നാഥ. അവരെ നീ ഭിന്നിപ്പിക്കണമേ നാഥ. അവരെ ഞങ്ങൾക്ക് മുമ്പിൽ തീർച്ചയായും ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ നാഥ. അവരെ നശിപ്പിക്കുന്നത് ഞങ്ങൾക്ക് നീ കാണിപ്പിച്ചു തരണമേ നാഥ. നാഥ, നിന്റെ ദീനിനെ നശിപ്പിക്കുന്ന എല്ലാവരെയും നശിപ്പിക്കണമേ നാഥ. നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അമലുകൾ സ്വീകരിക്കണമേ നാഥ. അവ ഞങ്ങളിൽ നിന്ന് നീ സാലിഹായ അമലാക്കി മാറ്റണമേ നാഥ. അവർക്ക് തീർച്ചയായും ഫലമുണ്ടാക്കണമേ നാഥ. നാഥ, ദീനിനെ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ പരിശുദ്ധ ദീനെത്തിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. നിന്റെ അമ്പിയാക്കന്മാർക്ക് നീ നൽകിയ ആ സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب